ADGP MR അജിത് കുമാറിനെതിരെയുള്ള വിജിലൻസ് അന്വേഷണ ഉത്തരവ് വിജിലൻസ് ഡയറക്ടർക്ക് കൈമാറും. അന്വേഷണ സംഘത്തെ വിജിലൻസ് ADGP യോഗേഷ് ഗുപ്ത ഇന്ന് പ്രഖ്യാപിക്കും. വിജിലൻസ് SP K കാർത്തികിന്റെ നേതൃത്വത്തിലായിരിക്കും അന്വേഷണ സംഘം രൂപീകരിക്കുക. അതേസമയം ക്രമസമാധാന ചുമതലയിൽ നിന്ന് ADGP MR അജിത് കുമാറിനെ മാറ്റാൻ സർക്കാരിൽ സമ്മർദ്ദമേറുകയാണ്. ADGP MR അജിത് കുമാറിനെതിരെ PV അൻവർ MLA DGPക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ വിജിലൻസ് അന്വേഷണം വേണമെന്ന സംസ്ഥാന പോലീസ് മേധാവിയുടെ ശുപാർശ 6 ദിവസങ്ങൾക്കു ശേഷമാണ് സർക്കാർ അംഗീകരിച്ചത്. അൻവർ ഉയർത്തിയ സാമ്പത്തിക ക്രമക്കേട് ആരോപണങ്ങളിലെ ADGP പങ്കാണ് പ്രധാനമായും വിജിലൻസ് അന്വേഷിക്കുക. അനധികൃത സ്വത്ത് സമ്പാദനം, സ്വർണം പൊട്ടിക്കൽ, വീട് നിർമ്മാണത്തിലെ ക്രമക്കേട്, കേസ് ഒതുക്കി തീർക്കുന്നതിന് വൻ തുക കൈക്കൂലിയായി കൈപ്പറ്റിയെന്നടക്കമുള്ള അൻവറിന്റെ ആരോപണങ്ങൾ വിജിലൻസ് അന്വേഷണ പരിധിയിലുണ്ട്. കൂടാതെ മുൻ SP സുജിത് ദാസിനെതിരെയും അനധികൃത സ്വത്ത് സമ്പാദനം ഉൾപ്പെടെയുള്ള ആരോപണങ്ങളിൽ അന്വേഷണം നടത്തും. അജിത് കുമാറിനെതിരെ സർക്കാർ നിലപാട് വ്യക്തമാക്കാത്തതിൽ പ്രതിപക്ഷം പ്രതിഷേധം കടുപ്പിച്ചിരുന്നു. ഒപ്പം CPI ADGPക്കെതിരെയുള്ള നിലപാട് തുറന്നടിച്ചതോടെ സർക്കാർ സമ്മർദ്ദത്തിലായി. DGPയുടെ അന്വേഷണ റിപ്പോർട്ട് വന്നതിനു ശേഷം മാത്രമേ ADGP MR അജിത് കുമാറിനെതിരെ നടപടി സ്വീകരിക്കൂ എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നത്. പല കോണിൽ നിന്നും പ്രതിഷേധം കടുത്തതോടെയാണ് വിജിലൻസ് അന്വേഷണ ഉത്തരവ് ആഭ്യന്തര വകുപ്പ് പുറപ്പെടുവിച്ചത്. അപ്പോഴും ക്രമസമാധാന ചുമതലയുള്ള ADGP സ്ഥാനത്ത് നിന്ന് അജിത് കുമാറിനെ മാറ്റി നിർത്തണമെന്ന CPI അടക്കമുള്ള ഘടകകക്ഷികളുടെ ആവശ്യം സർക്കാർ മുഖപുരയ്ക്കെടുക്കുന്നില്ല. ADGP RSS കൂടിക്കാഴ്ചയ്ക്ക് മേലുള്ള അന്വേഷണം സംസ്ഥാന പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ നടക്കുകയാണ്. വിജിലൻസ് അന്വേഷണ ഉത്തരവ് കൂടി വന്നതോടെ മറ്റൊരു DGP തല അന്വേഷണം കൂടിയാണ് അജിത് കുമാർ നേരിടേണ്ടി വരുന്നത്. അതേസമയം സർക്കാർ നിലപാടിനോട് പൂർണ്ണ പിന്തുണയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നൽകുന്നത് എന്നതാണ് LDF കൺവീനറുടെ പ്രതികരണം. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.